ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. സോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് തില്ലങ്കേരി. തില്ലങ്കേരിയിലെ ബെസ്റ്റ് ഹെറിറ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മട്ടന്നൂർ പോകുന്ന വഴിക്ക് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉണ്ടല്ലേ, അവിടെ നിന്ന് ജസ്റ്റ് 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു റിസോർട്ടിലേക്ക്. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഇവിടെയുള്ള ഒരു കുളം. നമ്മളുടെ ഒരു ബിസി ലൈഫിൽ നിന്നും ബിസി വർക്ക് ഷെഡ്യൂളിൽ നിന്നും മാറി കുറച്ച് ദിവസത്തേക്ക് ഒരു ഏകാന്തത, ഒരു മനസ്സമാധാനം ആഗ്രഹിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും അല്ലേ? പക്ഷെ നമ്മളുടെ കണ്ണൂർ തന്നെ നമ്മളുടെ ആ ഒരു തനതായ പഴമേനെല്ലാം കാത്തു സൂക്ഷിച്ചിട്ട് ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു മനോഹരമായ റിസോർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം പലരും അറിഞ്ഞു കാണില്ല അല്ലേ? അപ്പോൾ നമ്മുടെ തില്ലങ്കേരിയിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആൻഡ് മെയിനായിട്ട് ഈ ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടി മാത്രം പല സ്ഥലത്തുനിന്നും യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കുളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ വാട്ടറാണ്, അതുപോലെ തന്നെ ഡ്രെയിൻ ലൈൻസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ പഴമേൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലൊന്ന് താമസിച്ച് രാവിലെ എണീക്കുമ്പോൾ തന്നെ കിളികളുടെ കളകള ശബ്ദവും അല്ല, രാവിലെ ഒന്ന് കുളത്തിൽ വന്ന് നീന്തി ചാടി കുളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഒന്ന് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ റിസോർട്ട് തന്നെയാണ് ബെസ്റ്റ് ഹെറിറ്റേജ് ഹോം. നിങ്ങൾക്ക് കാണാലോ, ഇത്ര വിശാലമായ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 2 ദിവസം മുന്നേ വരെ മനോഹരമായിട്ടുള്ള ഒരു ഓണാഘോഷ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ധാരാളം ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആണെങ്കിലും, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ ആണെങ്കിലും, കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ആണെങ്കിലും, ഫാമിലി ഫംഗ്ഷൻസ് ആണെങ്കിലും, വെഡിങ് ഇവൻറ്റ്സ് ആണെങ്കിലും, ഏത് തരം ഇവൻറ്റ്സും നമുക്കിവിടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്റ്റേജ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലത്താണെങ്കിലും ഒരു സ്റ്റേജിലും സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി ഫംഗ്ഷൻസ് ഇവിടെ ഓർഗനൈസ് ചെയ്യാം. ആൻഡ് ഇവിടെ മൈക്കും സൗണ്ട് സിസ്റ്റംസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്താ ഇവിടെയുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമുക്ക് ഊഞ്ഞാലുണ്ട്. ഇവിടെ കുറേ അധികം നാച്ചുറൽ ഹെർബ്സ്, അതായത് തുളസി അങ്ങനത്തെ കുറേ നാച്ചുറൽ ഹെർബ്സ് ഉണ്ട്. രാവിലെ തന്നെ ഒന്ന് എണീറ്റിട്ട് ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതായത് ഈ ഒരു ഹെർബ്സും അതുപോലെ തന്നെ കിളികളുടെ ശബ്ദവും രാവിലത്തെ ആ ഒരു മഞ്ഞും എല്ലാം ഒരു ബ്യൂട്ടിഫുൾ ഫീലാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ഏരിയ ഉണ്ട്. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു. ദേ കണ്ടില്ലേ, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ രാത്രിയൊക്കെ നല്ല മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്തിട്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വന്നാലും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് പോകാം. സോ ഹെറിറ്റേജ് മോഡലായിട്ടുള്ള നോൺ AC AC റൂംസും ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഡോറിൻ്റെ ഒക്കെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ അതായത് ഒരു 100 വർഷം പഴക്കമുള്ളൊരു തറവാടാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ റൂംസൊക്കെ അതുപോലെ തന്നെ അവർ ഇവിടെ വച്ചിട്ടാണ് ഉള്ളത്. ബാക്കി ഫ്രണ്ടിൽ കാണുന്ന കാര്യങ്ങളാണ് റിനോവേറ്റ് ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ ട്രഡീഷണൽ രീതിയിലും മോഡേൺ രീതിയിലുമുള്ള ഒരു ആർക്കിടെക്ചർ സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ താഴെ നോൺ AC ഫെസിലിറ്റീസ് ആണ്, ആൻഡ് മേലെയാണ് AC ഫെസിലിറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കിച്ചൺ ഏരിയയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് പുറത്ത് നിന്നും കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ഇതേ ഇവിടെ ഈ ചേട്ടന്മാരാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നത്. നല്ല ഫുഡാക്കി തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണെന്നറിയോ, ഷടപടി എന്നാണ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തത് ചേട്ടന്മാരാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേട്ടന്മാരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര സുന്ദരന്മാരാണ് നമ്മുടെ കെയർ ടേക്കേഴ്സ്, നമ്മുടെ ചേട്ടന്മാർ. അപ്പോൾ എന്താണ് പേര്? എൻ്റെ പേര് രാമകൃഷ്ണൻ. ചേട്ടൻ? എൻ്റെ പേര് രാമചന്ദ്രൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 100 വർഷം പഴക്കമുള്ളൊരു തറവാടാണ് റിനോവേറ്റ് ചെയ്തിട്ട് ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് തരം ആൾക്കാരാണ് കൂടുതൽ ഇവിടെ പ്രിഫർ ചെയ്യുന്നത്? ഇവിടെ വിദേശികൾ വരുന്നുണ്ട്, സ്വദേശികളായിട്ട് ഫോറിനേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് വന്നിരുന്നു, പിന്നെ UK നിന്ന് വന്നു, സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, പിന്നെ ഇപ്പോൾ ഉറുഗ്വേയിൽ നിന്ന് വരുന്നുണ്ട്, ഹംഗറിയിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത നവംബർ 2 ക്യൂബയിൽ നിന്ന് ഒരു ലേഡീസ് വന്ന് സിംഗിൾ ലേഡി 5 days ഇവിടെ ഉണ്ടായി. നല്ല സേഫ് ആയിട്ട് അവർ
അതായത് നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടി വേണ്ട. അതായത് ഒറ്റയ്ക്ക് ലേഡീസ് ഒറ്റയ്ക്ക് വന്നിട്ടും ഒരു സിംഗിൾ ലേഡി അല്ലേ പുറത്ത് നിന്നപ്പോൾ ഒരു സിംഗിൾ ലേഡി വന്ന് ക്യൂബയിൽ നിന്നും 5 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പോൾ വിദേശികളോ സ്വദേശികളോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രഡീഷണൽ രീതി ഒരു തനിമനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കുറേ അധികം ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഫുഡും നിങ്ങൾ നളപാചകമാണ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് പിന്നെ 10-20 പേർക്ക് കുക്ക് ചെയ്യേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ വേണ്ട പ്രൊവൈഡ് ചെയ്യും ഫുഡ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുളമാണ്. നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ അല്ല, ഒരു കുളം, നാച്ചുറൽ ആയിട്ട്. ഇങ്ങനെ ഒരു റിസോർട്ടിൽ കുളം എന്നൊക്കെ പറയുന്ന സംഭവം വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ കണ്ണൂരിൽ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു റിസോർട്ടും കുളമൊക്കെ ഉണ്ടെന്ന് അധികം പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ കുറെ പേര് അറിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇനിയും ധാരാളമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവരും വരിക. അപ്പൊ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ഫുൾ ഓൺ സെറ്റ് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ചേട്ടന്മാരും ഇവിടെ ഉണ്ടാവും. നമ്മൾ മേലെ നിങ്ങൾ AC റൂം കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. ഇതൊക്കെയാണ് പത്തായപ്പുര, അതായത് പണ്ടത്തെ തറവാടുകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും അധികമൊന്നും എല്ലാവർക്കും കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് കിടക്കാം. ഇത് AC റൂമാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പണ്ടത്തെ ഒരു ഭംഗി അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ റൂംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ AC ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാരണം അത്രയധികം തണുപ്പ് നമുക്ക് ഈ ഒരു റൂംസിൽ അനുഭവപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഇത് തുറക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി കാറ്റ്, നാച്ചുറൽ കാറ്റ് പുറത്തുനിന്ന് കിട്ടും. ആൻഡ് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പുറത്തൊക്കെ നോക്കി നമ്മളുടെ പഴയകാല മെമ്മറികളോ അല്ലെങ്കിൽ പുതിയ കാല മെമ്മറികളെല്ലാം അയവർക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഡോറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതായത് ഡോർ അടയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറ്റിയിട്ടതിന് ശേഷം ഇത് കണ്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡോറ് അടയ്ക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു പഴമേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റിസോർട്ട് തന്നെയായിരിക്കും ബെസ്റ്റ് ഹെറിറ്റേജ്. അപ്പോൾ നിങ്ങൾ കപ്പിൾസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും, അതും ഒറ്റയ്ക്കും വരാം, ഒറ്റയ്ക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് എൻ്റെ കമൻറ്റ് സെക്ഷൻ അറിയിക്കണേ. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് നോൺ AC റൂംസും AC റൂംസ് എല്ലാം കാണിച്ചു തന്നല്ലോ. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്, അതാണ് ഡോമെട്രി. അതായത് നിങ്ങൾ കുറേ അധികം പേരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ ഡോമെട്രി ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ അധികം ഡോർസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് AC വേണ്ട, നോൺ AC വേണ്ട, ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റേ ചെയ്യണമെന്നാണെങ്കിൽ അത്രയും ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഡോർമെട്രി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2 വലിയ ബാത്റൂംസ് ഇവിടെ ഉണ്ട്. സോ വെറുതെ അല്ലാട്ടോ ഇതിന് ബെസ്റ്റ് ഹെറിറ്റേജ് ഹോം എന്ന് പേരിട്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും ഇത് ബെസ്റ്റ് തന്നെയാണ്. സോ നിങ്ങളെല്ലാവരും വരിക. ഇതൊരു അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് നമ്മുടെ AC റൂമിൻ്റെ പുറത്തായിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു ഭാഗത്ത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ്, ചാരി കസേര. ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്നലെ രാത്രിയൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നിട്ട് പുറത്തേക്ക് നോക്കി ആ ഒരു ഈ രാത്രി കുറച്ചിങ്ങനെ പ്രാണികളുടെ ശബ്ദമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് മ്യൂസിക്കെല്ലാം എൻജോയ് ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. സോ ബെസ്റ്റ് ഹെറിറ്റേജ് ഹോമിൽ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും പുതിയ യൂട്യൂബ് വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനിയും പുതിയ പല ലൈഫ് സ്റ്റൈലും അതുപോലത്തെ പല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.